Bismillahir Rahmanir Rahim. Alhamdulillah. Salatu wassalamu ala Rasulil Amin wa ala alihi wa sahbihi ajma'in. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ദാനിഷ് സിദ്ദീഖിയുടെ കൊലപാതകത്തോടനുബന്ധിച്ച് ഇന്ത്യയിലുടനീളവും ലോകത്തും എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും എല്ലാവരും അദ്ദേഹത്തിന്റെ മരണത്തെ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ അനുശോചിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും നല്ലൊരു ചർച്ച, വളരെ വിശദമായ ചർച്ച താലിബാനെ കുറിച്ച് ഉടലെടുത്തു. താലിബാന്റെ പുതിയ ഒരു വരവ്, അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ, അതിന് കാരണമായ പശ്ചാത്തലം, അതുപോലെ തന്നെ ഏകദേശം 20 വർഷമായി അഫ്ഗാനി രാഷ്ട്രീയത്തിൽ ഇടപെട്ട, അവിടെ അധിനിവേശം നടത്തി അവിടെ നിലകൊണ്ട അമേരിക്കയുടെ സൈനിക പിന്മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലൂടെ ഒന്ന് കടന്നു പോവേണ്ടത് അനിവാര്യമാണ്. എവിടെ നിന്നാണ് ഈ ചർച്ചകൾ തുടങ്ങുന്നത്? ആരാണ് ഇതിനൊക്കെ പ്രധാനമായി ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രധാനമായും ഒന്നാമത്തെ അതിന്റെ പശ്ചാത്തലം ശീതയുദ്ധ പശ്ചാത്തലമാണ്. അഫ്ഗാനിന്റെ ഒരു ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അബു മുസ്ലിം ഖുറാസാനി അടക്കമുള്ള ആൾക്കാർ അഫ്ഗാനിൽ നിന്ന് ഇസ്ലാമിന്റെ ലോകത്തേക്ക് വരികയും ഒരുപാട് അവിടുത്തെ മുസ്ലിം എംപയറുകളുടെ കാലഘട്ടത്തിൽ ശക്തമായ സ്വാധീനമൊക്കെ ചെലുത്തിയ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ 800 ആ പശ്ചാത്തലത്തിൽ തന്നെ അഫ്ഗാനിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. പിന്നീട് അഫ്ഗാനിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോത്രവർഗ പശ്ചാത്തലവും സ്വാഭാവികമായും അവരിലേക്ക് എത്തിയ ഒരു ഇസ്ലാമിക ആദർശവും, ഇത് രണ്ടും കൂടി മിക്സഡ് ആയിട്ടാണ് പിന്നീട് ഭരിക്കപ്പെടുന്നത്. ധാരാളം മുസ്ലിം ഭരണകർത്താക്കൾ, ധാരാളം മുസ്ലിം ഡൈനാസ്റ്റികൾ അവിടെ ഭരിച്ചിട്ടുണ്ട്. തൈമൂർ അടക്കമുള്ള, പിന്നീട് മംഗോളുകളുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്തിലും ചെറിയൊരു അധികാര പശ്ചാത്തലം അവരുടെ കീഴിൽ ഉണ്ടാവുന്നുണ്ട്. സ്വതന്ത്രമായ ഭരണകൂടങ്ങൾ അവിടെ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ശേഷം USSRന്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വ് പ്രകടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്കും അഫ്ഗാൻ വരുന്നുണ്ട്. അങ്ങനെ നിരവധി ഭരണകർത്താക്കളുടെ ചരിത്രം, നിരവധി മുസ്ലിം ഭരണകർത്താക്കളും അതുപോലെ തന്നെയാണ് ഗോത്രവർഗ ഭരണകർത്താക്കളും വിവിധ ചെറുതും വലുതുമായ ഡൈനാസ്റ്റികളുടെയൊക്കെ ഒരു ചരിത്രം അഫ്ഗാനിന്റെ ചരിത്രത്തിലുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിനൊക്കെയും കവച്ചു വെച്ചുകൊണ്ട് അഫ്ഗാനിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ ഫാക്ടർ എന്നത്, കൾച്ചറൽ പൊളിറ്റിക്കൽ ഫാക്ടർ എന്നത് അവിടുത്തെ ഗോത്രവർഗക്കാരാണ്. പഷ്തൂണുകളാവട്ടെ, താജിക്കുകളാവട്ടെ, തുർക്കുമനുകളാവട്ടെ അടക്കമുള്ള വിവിധ ഗോത്രവർഗക്കാരുടെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാന്റെ വളർച്ചയിലും അഫ്ഗാനിസ്ഥാന്റെ തളർച്ചയിലും കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു താലിബാന്റെ ഒരു സാഹചര്യത്തിലേക്ക് രൂപപ്പെട്ടു വരുന്നത്. അവിടെ മുമ്പ് സഹീർ ഷായുടെ ഭരണകൂടമായിരുന്നു. സഹീർ ഷായുടെ ഭരണകൂടത്തെ എതിർക്കാൻ വേണ്ടി നിരവധി സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു, രാജവംശമായിരുന്നു. അയാളെ തള്ളി മാറ്റിക്കൊണ്ട് ദാവൂദിന്റെ കാലത്തിൽ ഭരണം വരുന്നു. അദ്ദേഹത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് തറാഖിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവിടെ രൂപപ്പെടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണ ശക്തി വരുന്ന അഫ്ഗാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി അവിടെ വരികയും അതിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന നജീബുള്ളയുടെ കീഴിലൊക്കെ ആ ഭരണം നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലുണ്ട്. ഈ ഒരു പശ്ചാത്തലമാണ് അമേരിക്ക USSR ശക്തികളുടെ ശീതയുദ്ധകാലത്തെ ഈ രണ്ട് ബൈപ്പോളാർ ശക്തികളുടെ സാന്നിധ്യം അഫ്ഗാനി ചരിത്രത്തിൽ കൂടുതൽ ദൃശ്യമാവുന്നത്. അങ്ങനെ സ്വാഭാവികമായും അമേരിക്കയുടെ പ്രാദേശിക താല്പര്യം, ഭൗമരാഷ്ട്രീയത്തിന്റെ പ്രാധാന്യമൊക്കെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി USSRനെ ഇല്ലാതാക്കുക എന്നത് അവരുടെ ഒരു ഇന്റർനാഷണൽ പോളിസിയുടെ ഭാഗവും കൂടിയായിരുന്നു. അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന നിരവധി അഫ്ഗാനി പോരാളികളുടെ, ഗോത്രവർഗക്കാരായ
അതുപോലെ തന്നെ അഫ്ഗാനിന്റെ വിവിധ ഭാഗം, കാണ്ഡഹാർ അടക്കമുള്ള, കാബൂൾ അടക്കമുള്ള, പഞ്ചഷീർ അടക്കമുള്ള, മലേഗാവ് അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ അധികാരമുണ്ടായിരുന്ന, ശക്തി ഉണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന അഫ്ഗാനി മുജാഹിദുകൾക്ക് ശക്തമായ ഒരു സൈനിക നയതന്ത്ര സാന്നിധ്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് അമേരിക്ക. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് അവിടെ അമേരിക്കയുടെ ശക്തമായ സ്വാധീനം ഇവിടെ ഉണ്ടാവുന്നത്, അതായത് അഫ്ഗാനി മണ്ണിൽ ഉണ്ടാവുന്നത്. അത് ആ ഒരു ബന്ധം രൂപപ്പെടുന്നത് പാകിസ്ഥാൻ അഫ്ഗാനി ബോർഡറിന്റെ ആ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ബോർഡറിന്റെ സാഹചര്യത്തിൽ രൂപപ്പെടുന്ന ഈ ഒരു സഖ്യവും അഫ്ഗാനിസ്ഥാനിലെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട്, അവിടുത്തെ മലകൾ ഉപയോഗിച്ചുകൊണ്ട്, അവിടെ ബാക്കിയുള്ള പുറത്തു നിന്നുള്ള ഫോറിൻ ശക്തികൾക്ക് പെട്ടെന്ന് പിടിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അഫ്ഗാനി മണ്ണിനെ നന്നായി അറിയാവുന്ന ഈ പോരാളികളുടെ സഹായത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവർ അഫ്ഗാനി മുജാഹിദുകൾ എന്ന് വിളിക്കപ്പെടുന്നവർ USSRനെ പരാജയപ്പെടുത്തുന്നത്. അതിന്റെ കൂടെ തന്നെ അതിൽ പ്രധാനമായി നമ്മൾ എണ്ണേണ്ട അഫ്ഗാനി ജിഹാദ് എന്ന് തന്നെ അവർ തന്നെ വിളിക്കുന്ന, അതിന് ഒരുപക്ഷെ അമേരിക്ക തന്നെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത, അവരുടെ പോപ്പുലർ കൾച്ചർ അടക്കം, റാംബോ മൂവികളടക്കം, റാംബോ എന്ന് അറിയപ്പെടുന്ന ഹോളിവുഡ് മൂവികളിലടക്കം അഫ്ഗാനി ജിഹാദുകളെ, അഫ്ഗാനി മുജാഹിദുകളെ പോസിറ്റീവായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം പോലും അമേരിക്ക രൂപപ്പെടുത്തിയിരുന്നു. കാരണം അവർക്ക് എതിര് എന്നത് USSR ആണ്. USSRന് എതിര് നിൽക്കുന്ന അഫ്ഗാനി മുജാഹിദുകൾക്ക് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഒരു വിശ്വാസപരമായ ഒരു ബോധമാണ് കമ്മ്യൂണിസ്റ്റ് ശക്തിയെ പരാജയപ്പെടുത്തുക ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അവരുടെ ദേശത്തെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന, അവരുടെ മണ്ണിൽ അധികാരം ചെലുത്തുന്നവരെ പരാജയപ്പെടുത്തുക. ഈ ഒരു ആദർശത്തിന്റെയും പ്രാദേശികത്തിന്റെയും രണ്ട് ആശയങ്ങളെ അമേരിക്ക അടക്കമുള്ള ശക്തി, അതായത് ഈ മറ്റൊരു ശക്തി USSRനെതിരെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നതാണ് അഫ്ഗാനി ജിഹാദിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഈ ഒരു പശ്ചാത്തലവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ നിന്നും, വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും, ചെച്നിയ അടക്കമുള്ള, തുർക്കി അടക്കമുള്ള, പാകിസ്ഥാൻ, ഒമാൻ, ഇറാൻ, ഇറാഖ് അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ജിഹാദി വികാരം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരും യുവാക്കളുമെല്ലാം ഈ ഒരു സഖ്യത്തിലാണ് ചേർന്നിരുന്നത്. അതായത് USSRനെതിരെ പോരാടുക എന്നുള്ള ആ ഒരു പോരാട്ടത്തിൽ. പക്ഷേ ആ പോരാട്ടം അവർ വിജയിക്കുകയും നജീബുള്ള 1992 ഏപ്രിൽ 16 താഴെ ഇറക്കുകയും അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്യുക, എന്നിട്ട് അവിടെ അത് അഫ്ഗാനികളുടെ കയ്യിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യമാണ് താലിബാന്റെ ഉദയത്തിനുള്ള ഒരു കാരണങ്ങളിലൊന്ന്. കാരണം അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില മൂവ്മെന്റുകളും നായകന്മാരെയും നമ്മൾ അറിയണം. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബുർഹാനുദ്ദീൻ റബ്ബാനി എന്ന് വിളിക്കപ്പെടുന്ന ജമായത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ സ്ഥാപക നേതാവ്. അദ്ദേഹത്തിന്റെ തന്നെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന പഞ്ചഷീറിലെ സിംഹം എന്ന് വിളിക്കപ്പെടുന്ന അഹമ്മദ് ഷാ മസൂദിന്റെ നേതൃത്വത്തിൽ ചില ഭാഗങ്ങളൊക്കെയും അദ്ദേഹം ഈ അഫ്ഗാനി ജിഹാദിന്റെ പശ്ചാത്തലത്തിൽ കീഴടക്കി അവരുടെ അധികാരത്തിന്റെ കീഴിലുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഒരു വിഭാഗം. അവിടെ മനസ്സിലാക്കേണ്ടത്, ബുർഹാനുദ്ദീൻ റബ്ബാനി വന്നു, അദ്ദേഹത്തിന്റെ അഫ്ഗാനി ജിഹാദിൽ അദ്ദേഹം പങ്കെടുത്തു. അഹമ്മദ് ഷാ മസൂദ് വളരെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ലീഡറാണ്, കമാൻഡറാണ്. അദ്ദേഹത്തിന്റെ തുർക്കുമൻ, അതുപോലെ തന്നെ ഉസ്ബക്ക് ഗോത്രവർഗക്കാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങളിലൂടെ അധികാരം വ്യാപിപ്പിക്കാനും ബുർഹാനുദ്ദീൻ റബ്ബാനിക്ക് കഴിഞ്ഞു എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സംഭവിച്ചത്, ഇവരുടെ കീഴിൽ ബുർഹാനുദ്ദീൻ റബ്ബാനി എന്നത് ഒരു താജിക് ഗോത്ര, താജിക്കിസ്ഥാൻ ഭാഗത്തുള്ള താജിക് ഗോത്രവർഗക്കാരുടെ അവർക്കിടയിൽ പോപ്പുലറായ ഒരാളാണ്. അത് ഒരു വിഭാഗം. അതുപോലെ തന്നെ ബുർഹാനുദ്ദീൻ റബ്ബാനിക്ക് കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് ഗുൽബുദ്ദീൻ ഹിക്മത്തിയാർ. അദ്ദേഹം ഹിസ്ബെ ഇസ്ലാമി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു സംഘടന അദ്ദേഹത്തിന്റെ കീഴിലുണ്ട്. ഈ സംഘടനയും ഇതിന്റെ ഒരു പ്രത്യേകത, ഹിക്മത്തിയാറിന്റെ പ്രത്യേകത, അദ്ദേഹം പഷ്തു വിഭാഗത്തിനിടയിൽ പോപ്പുലറായ ആളാണ്. അപ്പൊ പഷ്തൂണുകളുടെ സപ്പോർട്ട് ഹിക്മത്തിയാറിനും, താജിക്കിസ്ഥാൻ, തുർക്കുമൻ, അതുപോലെ ഉസ്ബക്ക് വിഭാഗക്കാരുടെ ഗോത്രക്കാരുടെ സപ്പോർട്ട് അത് റബ്ബാനിക്കും ലഭിക്കുക. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ബന്ധം
ഈ താജിക്ക്, ഉസ്ബക്ക്, താജിക്ക് അതുപോലെ തന്നെ പഷ്തൂൺ വിഭാഗീയത, ഗോത്രവർഗക്കാരുടെ വിഭാഗീയതയും അതുപോലെ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി സംഭവിക്കുന്നുണ്ട്. അഹമ്മദ് ഷാ മസൂദ് ആദ്യകാലങ്ങളിൽ ഈ അഫ്ഗാൻ ജിഹാദിന്റെ പശ്ചാത്തലത്തിൽ USSR സോവിയറ്റ് സൈന്യത്തെ പരാജയപ്പെടുത്തി ആ ഭാഗങ്ങളൊക്കെ കീഴടക്കുകയും പിന്നീട് USSRയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സംഘടിപ്പിക്കുകയും ആ ചർച്ചയുടെ ഭാഗമായി ചില റോഡുകൾ സോവിയറ്റ് സൈന്യത്തിന് കടന്നു പോകാൻ പറ്റുന്ന സാന്നിധ്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ചരിത്രം ഉണ്ടാവുന്നുണ്ട്. അഹമ്മദ് ഷാ മസൂദ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഏത് സൈന്യത്തെയാണോ പരാജയപ്പെടുത്താൻ ഇത്രയും കാലം രക്തവും നീരും ഒരുക്കിയത്, അവർക്ക് തന്നെ വഴി തുറന്നു കൊടുക്കുന്ന അഹമ്മദ് ഷാ മസൂദിന്റെ നയവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ അദ്ദേഹത്തിന്റെ പിന്തുണയും എല്ലാം ഈ അവര് തമ്മിലുള്ള വിഭാഗീയതയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടി. ഇതിലൊരു പ്രത്യേകതയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ബുർഹാനുദ്ദീൻ റബ്ബാനിയും അതുപോലെ തന്നെ ഗുൽബുദ്ദീൻ ഹിക്മത്തിയാറും എല്ലാം അവര് ഗുലാം റസൂൽ എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് ഗുലാം റസൂൽ, അതായത് പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അവിടെ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ച അതായത് അവിടുത്തെ അദ്ദേഹത്തിന്റെ തന്നെ ജമാഅത്ത് ഇഖ്വാന്റെ ഒക്കെ ആശയമുള്ള സംഘടന രൂപീകരിച്ച ഒരാളാണ്. അവരുടെ ശിഷ്യന്മാരാണ് ഈ പറയുന്ന റബ്ബാനിയും ഹിക്മത്തിയാറും എല്ലാം. അപ്പോ അവരുടെ അതിൽ ഹിക്മത്തിയാർ അദ്ദേഹത്തിന്റെ അവസാനം വരെയും ഒരു പോരാട്ട വീര്യം ജിഹാദ് തന്നെ വേണമെന്ന് വാദിച്ച, അതുപോലെ തന്നെ ഇഖ്വാനി ആശയം പേറിയുന്ന ഒരാളാണ്. റബ്ബാനിക്ക് പോലും ബുർഹാനുദ്ദീൻ റബ്ബാനിയും ഇഖ്വാനി ആശയം ഉണ്ടായിരുന്നു. ഇവരൊക്കെയും അസറിലും അവരുടെയൊക്കെ പോയി പഠിച്ചവരും കൂടിയാണ്, അപ്പൊ പണ്ഡിതന്മാരും കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ ഈ സംഘടനകൾ തമ്മിലുള്ള ഭിന്നതയും അതുപോലെ തന്നെ ഈ ഗോത്രവർഗക്കാരുടെ സപ്പോർട്ടിന്റെ ഭിന്നതയും എല്ലാം ഈ അഫ്ഗാനി ജിഹാദ് വിജയിച്ചതിന് ശേഷം ഈ സംഘടനകൾക്കിടയിൽ കൂടുതൽ ദൃശ്യമായി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു പേരും കൂടിയാണ് അബ്ദുൾ റഷീദ് റുസ്തം എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുദ്ധപ്രഭുവിന്റെ ഒരു ചരിത്രവും കൂടി. അബ്ദുൾ റഷീദ് റുസ്തവും ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഓപ്പർച്യൂണിസ്റ്റ് ആണ്. ആരാണ് അധികാരം ഉണ്ടായിരുന്നത് അവരുടെ കൂടെ നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരുകൾ, അതായത് ഹിസ്ബെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന ഗുൽബുദ്ദീൻ ഹിക്മത്തിയാറും ജമയത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന ബുർഹാനുദ്ദീൻ റബ്ബാനിയും മറ്റൊന്ന് അവരുടെ ഈ ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ മിലിറ്ററി കമാൻഡർ ആയിരുന്ന അഹമ്മദ് ഷാ മസൂദും അതുപോലെ തന്നെ അവിടുത്തെ അഫ്ഗാനിസ്ഥാന്റെ പ്രധാനപ്പെട്ട വാർലോഡായിരുന്ന യുദ്ധപ്രഭുവായിരുന്ന അബ്ദുൾ റഷീദ് റുസ്തമും ഇവരും തമ്മിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ റിഫ്റ്റ് പിന്നീട് ഈ 92-ന്റെ ശേഷം ഏപ്രിൽ 16-ന് അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി നജീബുള്ള എടുത്ത് മാറ്റിയതിനു ശേഷം ഇവർക്കിടയിൽ പ്രശ്നമുണ്ടാവുകയും, എന്നാൽ ഒരു ഇടക്കാലത്ത് ഏകദേശം 2-3 വർഷമെങ്കിലും ബുർഹാനുദ്ദീൻ റബ്ബാനി അവിടുത്തെ പ്രസിഡന്റായി ഇടക്കാലത്തേക്ക് ആയി വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ആണ് യഥാർത്ഥത്തിൽ മറ്റൊരു താലിബാൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു സംഘടനയെ അഫ്ഗാനിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി മാറിയത്. അങ്ങനെയാണ് 94-ന്റെ ഒരു പശ്ചാത്തലത്തിൽ അഫ്ഗാൻ ഈ താലിബാനിൽ അവിടെ ദയൂബന്ദി വിഭാഗം എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് തോട്ടാണ് ദയൂബന്ദ്. നമുക്കറിയാവുന്ന പാകിസ്ഥാനിലെ ഇന്ത്യയിലെയും ഉള്ള ദാറുൽ ചിന്തയും പിന്നെ പാകിസ്ഥാനിലേക്ക് വ്യാപിച്ച അവിടുത്തെ ദയൂബന്ദും പാകിസ്ഥാൻ അഫ്ഗാൻ ബോർഡർ രാഷ്ട്രങ്ങളാണല്ലോ, ഇന്ത്യയുമായും ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഈ ദയൂബന്ദി സ്കൂൾ ഓഫ് തോട്ട് ഈ പറഞ്ഞ പാകിസ്ഥാൻ, അഫ്ഗാൻ, ശ്രീലങ്ക അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലേക്കൊക്കെ ശക്തമായി സ്വാധീനം ചെലുത്തുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ദയൂബന്ദി സ്കൂൾ ഓഫ് തോട്ട്. സ്വാഭാവികമായും ഇതിൽ പഠിച്ച അവരുടെ അധ്യാപകമുല്ല ഉമർ ആവട്ടെ, അബ്ദുൽ ഗനി ബറാദർ ആവട്ടെ, ഇങ്ങനെയുള്ള നേതൃത്വത്തിന്റെ കൂടെ അവർ ഉയർന്നു വരികയും ഈ വാർലോഡുകളല്ല, അതുപോലെ തന്നെ അമേരിക്കയോ അല്ലെങ്കിൽ വിവിധ നാറ്റോ സൈന്യത്തെയോ സഹായിക്കുന്നവരല്ല, പകരം നമുക്ക് വേണ്ടത് ഇസ്ലാമിന്റെ ഒരു ആശയത്തിലുള്ള ഒരു സംഘടനയാണ് വേണ്ടത്. ഇപ്പൊ ഈ പറയുന്ന ഗോത്രവർഗക്കാരെയൊക്കെ നമുക്ക് വേണ്ടതില്ല എന്ന് പറയുന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ആശയം നല്ലതായിരുന്നു, ഇസ്ലാമിന്റെ ഒരു രീതികളാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത്. അതുപോലെ തന്നെ വാർലോഡുകളുടെ
ഈ അഫ്ഗാനി ജിഹാദ് തന്നെ പരാജയപ്പെടാൻ കാരണം, അത് വിജയിച്ച അഫ്ഗാനി ജിഹാദ് മാസങ്ങൾക്കുള്ളിൽ തന്നെ പരാജയപ്പെടാൻ കാരണം ഈ വാർലോഡുകളുടെ, യുദ്ധപ്രഭുക്കളുടെ തമ്മിൽ തല്ലാണ്. അതിന് പകരം ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടേണ്ട ഒരു സംവിധാനമാണ് എന്നൊക്കെ പറയുകയും അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും, പക്ഷേ അത് ആ സ്വീകാര്യതയെ അവരുടെ ഒരു മിലിറ്റൻസി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രദേശം കീഴടക്കുകയും അങ്ങനെ 96 മുതൽ അവർ അധികാരത്തിലേറി 2001 വരെയെങ്കിലും ഏകദേശം ഒരു 5 വർഷമെങ്കിലും അവർക്ക് ഭരിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ലഭിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് താലിബാൻ ഉയർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായ കാരണമായി മനസ്സിലാക്കേണ്ടത് ആ യുദ്ധപ്രഭുക്കളുടെ അഫ്ഗാനി ജിഹാദ്, അതായത് USSRന്റെ സാന്നിധ്യം ഇല്ലാതാക്കിയെങ്കിലും പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അഫ്ഗാനി ജിഹാദിന് ശേഷം ഉണ്ടായിരുന്ന മുജാഹിദുകൾ തമ്മിലുള്ള തമ്മിൽ തല്ല്, അതുപോലെ തന്നെ ഗോത്രവർഗക്കാരുടെ പിണക്കങ്ങളും അതിനുണ്ടാവുന്ന കൂട്ടക്കൊലകളും പ്രശ്നങ്ങളും, പിന്നീട് ഈ ബാക്കി പുറത്തുനിന്ന് വരുന്ന താല്പര്യക്കാരുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ അമേരിക്കൻ വിരുദ്ധതയും. കാരണം അമേരിക്കയാണല്ലോ USSRനെ പരാജയപ്പെടുത്താൻ വേണ്ടി അഫ്ഗാനി മുജാഹിദുകളെ സാമ്പത്തികമായും സൈനികമായും എല്ലാം ആയുധപരമായൊക്കെ സഹായിക്കാനും മുന്നിൽ നിന്നത്. അതുകൊണ്ട് ഇതിനോടൊക്കെ ഒരു എല്ലാ തരത്തിലുള്ള വിരുദ്ധതയും ആണ് ഈ താലിബാനെ മുന്നോട്ട് വരാൻ കാരണമാണ്. അതിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന കാരണം ഈ പറയുന്ന സംഘർഷപരമായ സാഹചര്യമാണ്. അതിനെ ഇല്ലാതാക്കുക, അതിനെ അവർ പ്രധാനമായി ഉപയോഗിച്ച ഒരു ടൂൾ എന്നത് ഇസ്ലാം തന്നെയായിരുന്നു. ഈ സമൂഹത്തിലെ, അഫ്ഗാനി സമൂഹത്തിലെ വിഭാഗീയതയെ ഇല്ലാതാക്കിയാൽ മാത്രമേ അഫ്ഗാനി ജനതയ്ക്ക് സമാധാനപരമായ ഒരു സാഹചര്യം രൂപപ്പെടുകയുള്ളൂ എന്നൊക്കെയായിരുന്നു അവർ മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും, പക്ഷെ എന്തായിരുന്നില്ല, പിന്നീട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെയും പ്രവർത്തനങ്ങളൊക്കെയും സൊസൈറ്റിക്ക് വളരെ വിരുദ്ധമായ രീതിയായിരുന്നു ഉണ്ടായിരുന്നുള്ളത് നമുക്ക് പത്രങ്ങളിലൂടെയും ചരിത്രമൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ മുല്ല ഉമർ എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ നേതാവ്, ഇവര് ഇമാറത്ത് എന്ന് പറയുന്ന സംവിധാനമാണ് ഭരണ സിസ്റ്റമായി ഉപയോഗിച്ചത്. എമിറേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമി ഇമാറത്ത് എന്ന് പറയുന്ന സംവിധാനമാണ് അവർ പേരിട്ടത്. മുല്ല ഉമർ എന്നതായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അബ്ദുൽ ഗനി ബറാദർ ആയിരുന്നു മറ്റൊരു നേതാവ്. ഈ അബ്ദുൽ ഗനി ബറാദർ ആണ് ഇപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്കും അഫ്ഗാനി അമേരിക്കൻ ചർച്ചകൾക്കൊക്കെയും ഖത്തറിലടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന താലിബാൻ നേതാവ്. അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെയും കൂടെയുള്ള മുല്ല ഉമറാണ് ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ നേതൃത്വം ഉണ്ടാവുന്നത്. പലപ്പോഴും നമ്മൾ രസകരമായതും എന്നാൽ വളരെ അതിശയോക്തിപരവും എന്നാൽ ഒരു ഇസ്ലാമോഫോബിക്കായ ഇമേജ് രൂപപ്പെടുത്തപ്പെട്ട ഒരു കഥാപാത്രം കൂടിയാണ് മുല്ല ഉമർ എന്ന് പറയുന്നത്. ഒറ്റക്കണ്ണനായ മുല്ല ഉമർ, ക്രൂരനായ മുല്ല ഉമർ. ആക്ച്വലി അദ്ദേഹം ഒറ്റക്കണ്ണനായത് ഈ അഫ്ഗാനി ജിഹാദ് പശ്ചാത്തലത്തിൽ, അമേരിക്കൻ സൈന്യത്തോട് എതിരിടുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായ അപകടത്തിലൂടെയാണ് ഒറ്റക്കണ്ണായി മാറുന്നത്. ആ ഒരു അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് പോലും ഒരു തരത്തിലുള്ള ഹീറോയിസം മുല്ല ഉമറിന് ജനങ്ങൾക്കിടയിൽ ലഭിച്ചിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അഫ്ഗാനികൾക്കിടയിൽ മുല്ല ഉമർ സ്വീകാര്യനായി മാറുന്ന, എന്നാൽ വിദേശ പത്രങ്ങൾക്കും സാധനങ്ങൾക്കും എല്ലായിടത്തും ആ ഒറ്റക്കണ്ണുള്ള മുല്ല ഉമർ എന്ന് പറയുന്നത് ഭീകര രൂപമായി മാറുന്ന 2 തരം മാനങ്ങളും കൂടിയുണ്ട് ആ മുല്ല ഉമറിന്റെ പശ്ചാത്തലത്തിൽ. പിന്നീട് ആ ഒരു പശ്ചാത്തലത്തിലാണ് 2001 9/11 സംഭവിക്കുകയും സെപ്റ്റംബർ 11 അത് സെപ്റ്റംബർ 9 അത് സംഭവിക്കുകയും അതോടുകൂടി അവിടെ അഭയം തേടിയ ഉസാമ ബിൻ ലാദനെ തിരിച്ചു കിട്ടണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആ കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ 2001 അമേരിക്കൻ സൈന്യം അവിടെ വരികയും താലിബാനുകളെ തുരത്തി ഓടിക്കുക, അവരെ അധികാരത്തിൽ നിന്ന് മാറ്റുക, എന്നിട്ട് അതിന് പിന്നീട് അവരുടെ റബ്ബാനിയെ തന്നെ ഇടക്കാലത്തേക്ക്, നേരത്തെ പറഞ്ഞ ബുർഹാനുദ്ദീൻ റബ്ബാനിയെ ഇടക്കാലത്തേക്ക് പ്രസിഡന്റ് ആക്കുകയും പിന്നീട് വേറെ ഇലക്ഷനിലൂടെ വരികയും വേറെ കർസായിനെയൊക്കെ അവിടെ ഹാമിദ് കർസായിനെ, അമേരിക്കൻ സിറ്റിസനായ അഫ്ഗാനി അമേരിക്കനായ ഹാമിദ് കർസായി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാവയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2001 അധിനിവേശം നടത്തി ഈ 2021 വരെ ഏകദേശം 20 വർഷക്കാലം അമേരിക്കയുടെ കയ്യിലായിരുന്നു. അതായത് അമേരിക്കയുടെ ഒരു സൈനിക പ്രസൻസ്, ഒരു അപ്രമാദിത്വം, സുപ്രീമസി അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരി. പക്ഷേ
എന്തുകൊണ്ടാണ് വളരെ അത്യാധുനികമായ ആയുധങ്ങളുള്ള, ഡ്രോണുകളുള്ള, റഡാറുകളുള്ള എല്ലാ തരത്തിലും ആയുധങ്ങൾ ഉണ്ടായിരുന്ന അമേരിക്കയ്ക്ക് താലിബാനെ മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ പ്രധാന ടാർഗറ്റ് പ്ലേസുകളിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിട്ട് പോലും ആ ഏകദേശം 20ഓളം വർഷങ്ങൾ എന്തുകൊണ്ടാണ് നിന്നത്, എന്തുകൊണ്ടാണ് അവസാനം ഈ കരാറിലേക്ക് എത്തിയത് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക അവരെ നശിപ്പിക്കാതെ അവിടെ തന്നെ നിലനിന്നത്? അതിലെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഒന്ന് അഫ്ഗാനിസ്ഥാന്റെ ജിയോ പൊളിറ്റിക്സ് തന്നെയാണ്. ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭൗമരാഷ്ട്രീയം എന്നുള്ളതാണ്. റീജിയണൽ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ് എന്നുള്ളതൊക്കെ വളരെ ഏരിയ സ്റ്റഡീസിൽ പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളാണ്. ഈ അഫ്ഗാനിസ്ഥാന്റെ ഭൗമരാഷ്ട്രീയം, അവിടുത്തെ ഭൂമി, അത് സ്ട്രാറ്റജിക് പ്ലേസ് ആണ്. ആ ഭൂമി ഉപയോഗിക്കുന്നതോടുകൂടി എന്നും അമേരിക്കയുടെ പ്രധാന രാഷ്ട്രങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ഇറാൻ, റഷ്യ, ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങളെ സസൂക്ഷ്മം സൂക്ഷിക്കാനും ഒബ്സർവ് ചെയ്യുവാനും സർവൈലൻസ് നടത്താനും പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് പ്ലേസും കൂടിയാണ് അഫ്ഗാൻ. അതുകൊണ്ട് തന്നെ അഫ്ഗാനിൽ നിന്ന് പെട്ടെന്ന് അധികാരം നടത്തി തിരിച്ചു പോകുന്നത് അമേരിക്കയുടെ എന്നത്തെ എല്ലാ അധിനിവേശ രാഷ്ട്രങ്ങളുടെയും അധിനിവേശ ശക്തികളുടെയും താല്പര്യം പോലെ തന്നെ അഫ്ഗാന്റെയും താല്പര്യം അഫ്ഗാനിൽ അമേരിക്ക നടത്തിയ താല്പര്യവും അതുകൂടിയായിരുന്നു. ഈ തരത്തിലുള്ള വിവിധ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര വിഷയത്തിലും അതിർത്തി വിഷയങ്ങളിലുമെല്ലാം നടക്കുന്ന കാര്യങ്ങളെ നേരിട്ടറിയാൻ അവിടെ ഒരു സൈനിക സാന്നിധ്യം ഒരുക്കുക എന്നതും കൂടി അമേരിക്കയുടെ മറ്റൊരു ലക്ഷ്യമാണ്. അതിന്റെ കൂടെ തന്നെ ഈ 10-20 വർഷങ്ങളായി നിരവധി 20,000-ലധികം ധാരാളം അഫ്ഗാനികളാണ് കൊല ചെയ്യപ്പെട്ടത്. അതിനിടയിൽ തന്നെ അമേരിക്കൻ സൈനികരും പല ബോംബാക്രമണങ്ങളിലും സൂയിസൈഡ് ആക്രമണങ്ങളിലും പല സൈനികരും കൊല ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് അമേരിക്ക പിന്മാറിയില്ല എന്നുള്ളതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവർക്കിടയിലുള്ള ആയുധ ഇടപാടുകളും അടക്കമുള്ള വിവിധ ഇടപാടുകളാണ്. അതായത് ഈ ഒരുപാട് കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ആയുധ ഇടപാടുകളിലൂടെ അമേരിക്കയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നു എന്നതും കൂടി അവിടെ തന്നെ നിന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിൽക്ക് റോഡ്, വാണിജ്യ വ്യവസായങ്ങൾക്ക് പറ്റിയ ഒരു റോഡ്, സിൽക്ക് റോഡ് അടക്കമുള്ള തന്ത്രപ്രധാന പ്ലേസും കൂടിയാണ്. അത് ഹിലാരി ക്ലിന്റൺ പോലും അക്കാലത്ത് പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ്, കച്ചവട വ്യാപാര വാണിജ്യ മേഖലയിലെല്ലാം അഫ്ഗാനിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജിക് പോയിന്റിനെ കുറിച്ച് ഹിലാരി ക്ലിന്റൺ അന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സ്വാഭാവികമായും ഈസ്റ്റേൺ രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വാണിജ്യ, സൈനിക, നയതന്ത്ര സാന്നിധ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ചൈനയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ, വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിലും ഈ പറയുന്ന സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളിലുമല്ല. അഫ്ഗാനിസ്ഥാൻ സെൻട്രൽ ഏഷ്യൻ ഭാഗമായി പെടുന്ന ഒരു രാഷ്ട്രവും കൂടിയാണ്, അതിന്റെ ഒരു അതിർത്തി ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങളിലും എല്ലാം അവിടുത്തെ ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധങ്ങളെല്ലാം ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചൈനയെ, ആ ചൈന ഫോബിയ എന്നതും കൂടി യു എസ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതും കൂടി ഇത്രയും കാലം അവിടെ നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒരു വസ്തുതയും കൂടിയാണ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഒബാമയുടെ ഒബാമയുടെ ഭരണകാലത്ത് സൈന്യത്തെ പിൻവലിക്കാനുള്ള ചില നടപടി തുടങ്ങിയെങ്കിലും എന്നാൽ ഒബാമ തന്നെ ആ സൈന്യത്തെ നടപടി പിൻവലിക്കുന്നതിൽ നിന്ന് പിൻവലിയുകയാണ് ചെയ്യുന്നത്. പിന്നീട് ട്രംപിന്റെ കാലഘട്ടത്തിലാണ് ഈ താലിബാനുമായി, ഏതൊരു സൈനിക ശക്തിയുമായിട്ടാണോ അമേരിക്ക യുദ്ധം ചെയ്തത്, ഇല്ലാതാക്കാനാണോ ശ്രമിച്ചത്, അവരുമായി തന്നെ ട്രംപ് ചർച്ച നടത്തുകയും അങ്ങനെ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതിനുശേഷം ജോയ് ബൈഡൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ മെയ്യിൽ സൈന്യത്തെ പിൻവലിക്കാം എന്ന ഒരു കരാറിലായിരുന്നു ഖത്തറിൽ നടന്ന ചർച്ചയിൽ, നേരത്തെ പറഞ്ഞ അബ്ദുള്ള ഖനി ബറാദറിന്റെ നേതൃത്വത്തിൽ താലിബാനുമായി നടന്ന ചർച്ചയിൽ അമേരിക്ക ഒപ്പിട്ടത്. പക്ഷേ അത് അവർ വെച്ചൊരു ക്രൈറ്റീരിയ, അഫ്ഗാനിസ്ഥാനിലെ പ്രദേശങ്ങളിൽ സെക്യൂരിറ്റി, അവിടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ താലിബാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒപ്പിടുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മെയ് കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും സൈന്യത്തെ പിൻവലിക്കാൻ അവർ തയ്യാറാവാത്തതിന്റെ
ഒരു കാരണം പറഞ്ഞുകൊണ്ട് കാരണം പറയുകയും അതിൽ ഞങ്ങൾ ഈ താലിബാൻ അവരുടെ ക്ഷോഭം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ താലിബാൻ സൈന്യത്തിന്റെ മേൽ അവർ അറ്റാക്ക് നടത്തുകയും അതിന്റെ ഒരു അമേരിക്കയുടെ താലിബാന്റെ വീക്ഷണത്തിൽ അമേരിക്ക അവരുടെ കരാറുകൾ ലംഘിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതേസമയം തന്നെ താലിബാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കി വരുന്നതും അമേരിക്ക അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും കുറെ താലിബാൻ സൈനികർ കൊല ചെയ്യപ്പെട്ടതുമെല്ലാം വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറുകയാണ്. ഇവിടെ ഈ താലിബാൻ വിഷയം സംസാരിക്കുന്ന കൂടെ തന്നെ പാകിസ്ഥാന്റെ ഒരു റോളും കൂടി നമ്മൾ ചെറുതായി പരാമർശിക്കേണ്ടതുണ്ട്. കാരണം താലിബാൻ അതിന്റെ ഒരു ചിന്ത രൂപപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ താലിബാന് അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര വിഷയത്തിൽ പാകിസ്ഥാനും കൂടുതൽ കൈയുള്ളത് കൊണ്ട് അവര് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു താലിബാന്റെ വളർച്ചയുമെല്ലാം. അതിന്റെ കൂടെ തന്നെ പാകിസ്ഥാൻ തന്നെ സ്വന്തമായി അവരുടെ തഹരീക്ക് താലിബാൻ ഉണ്ടാവുകയും ആ താലിബാൻ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടവും അവിടുത്തെ ISIയും അവിടുത്തെ ചാരസംഘടനയും എല്ലാം പലവിധ അറ്റാക്കുകൾ നടത്തിയിരുന്നു. ഇടക്കാലത്ത് വരെയും ആ ഒരു തരത്തിലൊരു അനുകൂല നിലപാടുകളൊക്കെയും ഉണ്ടായിരുന്നു. കാരണം അത് അവരുടെ അതിർത്തി ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായിരുന്നു ആ മൂവ്മെന്റുകളെല്ലാം. എന്നാൽ ഏകദേശം 2014 ഡിസംബർ മാസത്തിൽ നടന്ന പാകിസ്ഥാനിലെ പെഷവാറിലെ ഒരു സൈനിക സ്കൂളിൽ നടന്ന അറ്റാക്കിൽ 140-ലധികം പ്രത്യേകിച്ച് കുട്ടികൾ വധിക്കപ്പെടുകയും അതിൽ ഒരുപാട് ആൾക്കാർ കൊലയപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതോടുകൂടി അവിടെ നവാസ് ഷെരീഫ്, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ്, ആ ഒരു സാന്നിധ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുവരെയും ISIയും വിവിധ മതസംഘടനയും എല്ലാം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി പാകിസ്ഥാന്റെ ഒരു താലിബാനുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തമായ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത് ആ ഒരു അറ്റാക്കോട് കൂടിയാണ്. അതോടുകൂടി നൂറോളം സംഘടനകളെ, മതസംഘടനകളെ ഒന്നിച്ചിരുത്തുകയും നവാസ് ഷെരീഫ് അത് ഉപയോഗപ്പെടുത്തുകയും സർബെ അസബി എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ അവർ നടത്തുകയും ധാരാളം താലിബാനികളെ അവിടുന്ന് അടിച്ചു ഓടിപ്പിക്കുകയും തോൽപ്പിക്കുകയും ഒരുപാട് പേരെ അറസ്റ്റിലുണ്ടായിരുന്ന താലിബാനുകളെയൊക്കെ കൂട്ടക്കൊല, അതുപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുന്ന ഒരു സാഹചര്യം കൂടി പാകിസ്ഥാൻ സ്വീകരിച്ചതും ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ താലിബാനുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു സമീപനത്തിന്റെ ഒരു മാറ്റമായിരുന്നു ഈ പെഷവാറിൽ നടന്ന അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനുശേഷം അവിടെ നടന്ന മറ്റൊരു ഡെവലപ്മെന്റ് എന്നത് ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ ചുറ്റുപാടിൽ നിന്നും ഓടി രക്ഷപ്പെട്ട നല്ല ശതമാനം താലിബാനികളെ സ്വാഭാവികമായും അത് അഫ്ഗാനിസ്ഥാനിലേക്കാണ് താലിബാനി മിലിറ്റൻസ് സൈനികർ രക്ഷപ്പെട്ടത്. അവരെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആവശ്യം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കാര്യമായി പരിഗണിച്ചില്ല എന്നത് ഇന്നത്തെ ഈ താലിബാന്റെ ശക്തമായൊരു വളർച്ചയ്ക്കും കൂടി കാരണമായിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം താലിബാൻ എന്തൊക്കെയാണ് ചെയ്തത്. നിരവധി ക്രൂരതകളാണ് ചെയ്തത്. ശരീഅത്ത് നടപ്പിലാക്കുക എന്ന പേരിൽ ഒരു ഇസ്ലാം ഒരു സൊസൈറ്റിക്ക് നൽകുന്ന കാരുണ്യത്തെയോ സഹവർത്തിത്വത്തെയോ അതുപോലെ തന്നെ സ്നേഹത്തെയോ നിയമം പാലിക്കേണ്ടതിന്റെ ധാർമ്മികതയോ ഒന്നും ഒരു തരത്തിൽ പാലിക്കാതെ ശക്തമായ ഒരു ആക്രമണ സ്വഭാവമാണ് ഇവർ ഈ ഒരു നിയമനിർവഹണ മേഖലയിൽ കാണിച്ചു കൂട്ടിയത്. അതുവരെ പാകിസ്ഥാനിലെ ഏകദേശം 100-ലധികം ബോംബ് ആക്രമണങ്ങളാണ് സ്കൂളുകളെയൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്കൂളിൽ പോവാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അതിന്റെ ഭാഗവും കൂടിയാണ് മലാല യൂസഫായി എന്നറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ നേരിൽ അറ്റാക്ക് ഉണ്ടാവുന്നത്. സ്വാഭാവികമായും മലാല യൂസഫായിയുടെ നേരിൽ നടന്ന അറ്റാക്ക് അത് നമ്മൾ ഈ പറയുന്ന അഫ്ഗാനി താലിബാൻ തന്നെ നടത്തിയതാണോ അതല്ല അത് വേറെ ചില ആശയങ്ങൾ അതിന്റെ പുറത്തുണ്ടോ എന്നൊക്കെ പാകിസ്ഥാനിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഈ താലിബാൻ ഇങ്ങനെയുള്ള ഒരു മുഖമുള്ളതുകൊണ്ട്, ആന്റി
വുമൺ, സ്ത്രീ വിരുദ്ധ സമീപനം ഉള്ളത് കൊണ്ട് താലിബാന്റെ മേലിലാണ് ആ ആരോപണവും ചാർത്തി വെക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ കാരണത്താൽ ഇപ്പോൾ താലിബാനിൽ വീണ്ടും അവർ അധികാരത്തിൽ വരുന്നത്, അവരുടെ കയ്യിലേക്ക് താലിബാൻ പ്രധാനപ്പെട്ട ഭാഗം വരുന്ന 300-ലധികം ഡിസ്ട്രിക്റ്റുകൾ ഓൾറെഡി താലിബാന്റെ അധികാരത്തിൽ കീഴിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ താലിബാന്റെ കയ്യിലേക്ക് അഫ്ഗാന്റെ ഒരു അധികാരം വരുന്നത് അവിടുത്തെ സ്ത്രീകൾക്ക് നേരെ ശക്തമായ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ കാരണമാകും എന്നുള്ള നിരീക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ചില മാറ്റങ്ങൾ താലിബാന്റെ സമീപനത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അൽ-ഖായിദ എന്ന് വിളിക്കപ്പെടുന്ന നിഗൂഢ സംഘടന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. അൽ-ഖായിദ എന്നുള്ള സംഘടന ഉണ്ടോ, അത് അമേരിക്കയുടെ സൃഷ്ടിയാണോ, അതല്ല ഉസാമ ബിൻ ലാദൻ ഇങ്ങനെ രൂപീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ചയാണ്. എന്നാൽ പോലും പൊതുവെ പറയപ്പെടുന്ന അൽ-ഖായിദയുമായിട്ടുള്ള ബന്ധം താലിബാൻ വിച്ഛേദിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, മുമ്പ് താലിബാന്റെ ഒരു സമീപനം എന്നത് ഒരു തരത്തിലും അമേരിക്കയുമായിട്ടും അഫ്ഗാനിന്റെ കാര്യത്തിൽ ഒരു ശക്തിയുമായും ചർച്ചകൾക്ക് തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞ താലിബാൻ അമേരിക്കയുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്ക് തയ്യാറാവുകയും ഖത്തറോ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് ഒപ്പിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് താലിബാൻ പോയി. അവരുടെ ഒരു മാറ്റമാണ്. മറ്റൊന്ന്, താലിബാന്റെ അധികാര കേന്ദ്രത്തിലുള്ള അഫ്ഗാനിലെ ചില ഭാഗങ്ങളിലെല്ലാം പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അനുവാദം ലഭിച്ചതും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ചില മാറ്റങ്ങളാണ്, താലിബാന്റെ അവരുടെ രീതികൾ വന്ന ചില മാറ്റങ്ങളാണ്. മറ്റൊന്ന്, അഫ്ഗാൻ ഗവൺമെന്റുമായി ഇപ്പോൾ ചില ചർച്ചകളൊക്കെ താലിബാൻ ചെയ്യുന്നു. ഈ തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും മുമ്പ് താലിബാൻ മുമ്പിട്ട് വന്നിരുന്നില്ല. പക്ഷെ താലിബാൻ ഇപ്പോൾ അവർ സ്വയം കരുതിയിരിക്കുന്ന, അവർ സ്വയം കൊണ്ടുവന്നിരിക്കുന്ന ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത്. പക്ഷെ എന്നാൽ പോലും ലോകത്തിലുള്ള എല്ലാവിധ സംഘടനകളും ഏകദേശം അന്നത്തെ പാകിസ്ഥാൻ അമീർ ആയിരുന്ന ഖാദി ഹുസൈൻ അഹമ്മദ്, അതായത് ഈ താലിബാൻ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ മുമ്പത്തെ പാകിസ്ഥാൻ അമീർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ തോന്നിയ രീതിയിൽ ഭരിച്ചു, പക്ഷെ അത് ഇസ്ലാമിന്റെ പേരാണ്, ഇസ്ലാമിന്റെ ശരീഅത്താണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് അന്നത്തെ പാകിസ്ഥാൻ അമീർ ഖാദി ഹുസൈൻ അഹമ്മദ് അന്ന് താലിബാനികളോട് ശക്തമായ വിമർശന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നും പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് അതേ അഭിപ്രായമാണ്. മജ്ലിസ് മുത്തഹിദ അമൽ എന്ന് വിളിക്കപ്പെടുന്ന അവിടുത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വിഭാഗങ്ങൾക്കും ഇതേ അഭിപ്രായമാണ് ഉള്ളത്. ഇമ്രാൻഖാന്റെയും അടക്കമുള്ള സംഘടനകൾക്കെല്ലാം ആന്റി താലിബാൻ നയമാണ് ഉള്ളത്, പൊതുവെ ഉള്ളത്. ലോകത്തിലുള്ള ഏകദേശം എല്ലാ മുസ്ലിം സംഘടനകൾക്കും താലിബാന്റെ അവരുടെ നയനിലപാടുകളോടും അവരുടെ ഇംപ്ലിമെന്റേഷൻ സ്റ്റൈലിനോടും എല്ലാം ശക്തമായ വിരോധമാണ് അന്നും കാണിച്ചു വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും താലിബാനോടുള്ള ലോകത്തിലുള്ള വിവിധ മുസ്ലിം സംഘടനകളുടെ സമീപനം മാറിയിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ചർച്ചയിലെ പോയിന്റ്, ഇന്ത്യയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്, താലിബാന്റെ ഈ ഒരു വളർച്ച ശക്തമായ ഇസ്ലാമോഫോബിക് ഒരു സെനാരിയോ രൂപപ്പെടുത്തുവാൻ കാരണമായിട്ടുണ്ട്. ഉദാഹരണം, താലിബാൻ, പാകിസ്ഥാൻ, കാശ്മീർ, കേരള, ഇങ്ങനെ കേരളത്തെ കണക്ട് ചെയ്തുകൊണ്ട് താലിബാന്റെ ഒരു സാന്നിധ്യം കേരളത്തിൽ വല്ലാത്തൊരു ഭീകരവാദം കൂടുതൽ ഊർജിതമാക്കും, ഭീകരമാക്കും എന്നൊക്കെയുള്ള ലേഖനങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞതും ഈ പറയുന്ന ഒരു ഇസ്ലാമോഫോബിക് സാഹചര്യം രൂപപ്പെടുത്തുവാൻ കാരണമായിട്ടുണ്ട്. ഓൾറെഡി താലിബാന്റെ അന്നത്തെ ഉദയം തന്നെ താലിബാൻ സ്ത്രീകളോട് കാണിച്ച പെരുമാറ്റങ്ങളെല്ലാം ഒരു വലിയ ഇസ്ലാമോഫോബിക് സാഹചര്യം രൂപപ്പെടുത്തിയിരുന്നു. അത് സത്യവും കൂടിയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ ആണ് യുവോൺ റുഡ്ലിയെ താലിബാൻ സൈന്യം പിടികൂടുകയും എന്നാൽ അവരുടെ പ്രകടനവും അവരുടെ സ്വഭാവ രീതികളും കണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ഒരു സ്ത്രീയായി പിന്നീട് അവർ മാറുകയും ചെയ്ത, പിന്നീട് ആന്റി അമേരിക്കൻ, ആന്റി ഇമ്പീരിയലിസ്റ്റ് കാഴ്ചപ്പാടുകളിലേക്ക് യുവോൺ റുഡ്ലി മാറിയതും നമുക്കറിയാൻ കഴിയും. എന്നാൽ യുവോൺ റുഡ്ലിയുടെ ഈ ഒരു ഇസ്ലാമിക സ്വീകരണം സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന, അതായത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന, ആരാണോ പിടിച്ചു വെക്കുന്നത് മർദ്ദകന്റെ കൂടെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന മാനസിക പരിവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട, അയാളോട് ഇഷ്ടം തോന്നിയ ഒരു മാനസിക നിലയുന്നുകൊണ്ടാണ് യുവോൺ റുഡ്ലി ഇസ്ലാം സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ തിയറികളൊക്കെ ഉണ്ട്. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത്, ഈ ഒരു തരത്തിൽ സ്ത്രീ വിരുദ്ധതയൊക്കെ ഉള്ള, അതുപോലെ തന്നെ ക്രൂരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന,
സ്കൂളുകളിൽ നിന്ന് പെൺകുട്ടികളെയൊക്കെ തടയുന്ന ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്ന താലിബാൻ അത് ആ ഒരു മുഖം കേരളത്തിലേക്കും രൂപപ്പെടാനും വളരുവാനും കാരണമാകുമെന്നാണ് പുതിയ ഇങ്ങനെയുള്ള ലേഖനങ്ങളിലൂടെ ആർട്ടിക്കിളിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ ഇസ്ലാമോഫോബിക് സാഹചര്യം വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതൊരു കാര്യമാണ്. മറ്റൊന്ന്, സ്വാഭാവികമായും ഇന്ത്യയെ പോലെ പാകിസ്ഥാനെ പോലെ തന്നെ ഈ ഏഷ്യൻ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അഫ്ഗാനി ഭാഗങ്ങളിലെല്ലാം ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും അതുപോലെ പ്രാദേശിക താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കും താലിബാന്റെ ഈ ഒരു സാന്നിധ്യം നല്ലതായി തോന്നുകയില്ല. സ്വാഭാവികമായും അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ആ ഒരു സാഹചര്യത്തിലും കൂടി ഇന്ത്യൻ ഗവൺമെന്റ് താലിബാനെ ഇല്ലാതാവുക എന്നത് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതിന്റെ കൂടെ തന്നെ വേറെയും ചില നിരീക്ഷണങ്ങൾ നമുക്ക് പത്രങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. താലിബാനോടുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെ തരത്തിൽ ആർട്ടിക്കിളുകൾ പോലും വരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. കാരണം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കും അതുപോലെ തന്നെ ഇന്ത്യൻ താല്പര്യങ്ങൾക്കും എതിരായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നേരത്തെ തന്നെ അതിന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ രീതിയിലാണ് ഏരിയ എക്സ്പെർട്ടുകളുടെ പണ്ഡിറ്റുകളുടെ നിരീക്ഷണങ്ങൾ. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞ ഡാനിഷ് സിദ്ദീഖിയുടെ മരണം, ഒരു ഇന്ത്യക്കാരനായ അദ്ദേഹത്തിന്റെ ഒരു മരണവും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ ഒരു അഫ്ഗാനിസ്ഥാനിലുള്ള ഇന്ത്യൻ ഒഫീഷ്യൽസിന്റെയും ജോലിക്കാരുടെയും ഇന്ത്യൻ സിറ്റിസനോടും കൂടുതൽ ശ്രദ്ധാപൂർവം ജീവിക്കണമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇന്ത്യൻ കോൺസുലേറ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് ഒന്ന് വ്യക്തി ഇന്ത്യൻ പൗരന്മാരുടെ കാര്യം, ഇന്ത്യയുടെ പ്രാദേശിക താല്പര്യം, അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ബന്ധങ്ങൾക്ക് അതിലുണ്ടാവുന്ന ഇന്ത്യയുടെ ഒരു താല്പര്യം, അതിനോടുള്ള ഇന്ത്യയുടെ ഒരു ഒബ്സർവേഷൻ, ഇതെല്ലാം ഇനി കൂടുതൽ ചർച്ചാ വിധേയമാകും. അപ്പോൾ താലിബാൻ ഉണ്ടാവുന്നത് അത് സങ്കീർണഭരിതമായ ഒരു സാഹചര്യത്തിലാണ്. ആ താലിബാനെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന അമേരിക്ക പോലും എന്നാൽ കഴിഞ്ഞ 20 വർഷമായി അവിടെ നിലനിൽക്കുകയും അഫ്ഗാനിന്റെ മണ്ണിനെ കൂടുതൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. താലിബാനെ പെട്ടെന്ന് പരാജയപ്പെടുത്തുവാനും കഴിയുകയില്ല എന്നതും കൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് അവർ ബാക്കിയുള്ള വിവിധ സംഘടനകൾ ഗോത്രവർഗത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ പഴയ ജിഹാദി ചരിത്രത്തിന്റെ പേരിലോ എന്നതല്ല. താലിബാൻ അവർ പറയുന്നത് ഇസ്ലാമിന്റെ ഒരു ആശയം മുന്നോട്ട് വെക്കാണ്. ഗോത്രങ്ങൾക്കപ്പുറം ആശയം മുന്നോട്ട് വെച്ചതിന്റെ പേരിലാണ് അവർക്ക് ജനസ്വാധീനവും സാന്നിധ്യവും കിട്ടിയത്, അവർക്ക് ഒരു സ്വീകാര്യത ലഭിച്ചത്. പക്ഷെ ആ സ്വീകാര്യതയെ താലിബാൻ അവരുടെ ജനങ്ങൾക്കിടയിൽ അവർക്ക് മേൽ അധികാരം ലഭിച്ചപ്പോൾ നല്ല രീതിയിലല്ല കൊണ്ടുപോയത് എന്നതും കൂടുതൽ ഒരു സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി കൊണ്ടുപോവുക എന്നതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വളരെ ഒരു ഇൻഫർമേഷൻ